ദേ ആനക്കട്ടിന്ന് എന്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. ആരമ്മ? ആനക്കാട്ടിൽ ചാക്കോച്ചിയാണോ? ആനക്കാട്ടിൽ നിന്നല്ലടാ, ആനക്കട്ടിന്ന് എന്റെ അമ്മാവനും അമ്മായും. നിന്റെ തിരക്കുണ്ട്, വാ. ഞാനിന്നാ ചത്തുപോയിന്ന് പറഞ്ഞേക്ക്. അപ്പൊ നിന്റെ ഷവറൊക്കെ കഴിഞ്ഞേ അവര് പോവുള്ളൂ. ഞാൻ മിഞ്ഞാന്ന് ചത്തതാന്ന് പറഞ്ഞോ? അപ്പൊ സഞ്ജയനും വരെ നിക്കും. ചേടാ, എന്നാ ഞാൻ ജോലി കിട്ടി അബുദാബി പോയിന്ന് പറ. നീ കോണം പിടിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ജനിച്ചിട്ടേ ഇല്ല എന്ന് പറ. ഇമ്പോസിബിൾ. നിന്റെ നൂലുകെട്ടിന് അവർ വന്ന് സദ്യ ഉണ്ടുണ്ട്. നിനക്കെന്താ അവരോട് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് സംസാരിച്ചാ? അച്ഛന്റെ കുടുംബക്കാരാണെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അതെ, അച്ഛന്റെ കുടുംബക്കാരാണെങ്കിൽ ഞാനിപ്പോ അവിടെ കാണില്ലായിരുന്നു. ഈ കോണ്ടിനെന്റ് വിട്ടു പോയിണ്ടാവും. നിനക്കെന്താ കുടുംബക്കാരോട് ഇത്ര കണ്ണുകടി? കുടുംബക്കാർക്കല്ലേ എന്നോട് കണ്ണുകടി. എടാ, അതൊക്കെ നിന്റെ തോന്നലാ. അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ളവരാടാ. അമ്മ, ചിരിക്കാറിയാത്ത കടിക്കുന്ന ജന്തുക്കളെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ വെളിയിൽ ചിരിച്ച് ഉള്ളിൽ പല്ല് കടിക്കുന്ന ബന്ധുക്കളെ ഒരു കാലത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മോനെ, അവർ ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്ത് നമ്മളെ കാണാനായിട്ട് വന്നതാ. മര്യാദയ്ക്കൊന്ന് വിശേഷങ്ങൾ സംസാരിച്ചാ. ശരി, ഇനി ഞാൻ സംസാരിക്കാത്തോണ്ട് ബന്ധുക്കള് ശത്രുക്കളാണ്ട. പിന്നെ ഞാൻ ഇനി ഒന്നും ഉണ്ടാക്കുന്നില്ല. നീ എന്തേലും അവർക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യും. എന്ത് ബുക്ക് ചെയ്യാൻ? എന്തേലും ഓർഡർ ചെയ്ത് വരുത്തടാ. അത് ഞാൻ ഏറ്റു. എന്നാ വാ. ഹലോ അമ്മാവാ, അമ്മായി. മോനെ, എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായില്ലേ? എന്നാ പറഞ്ഞേ, ഞാൻ ആരാ? ശീലാവതിയുടെ മോനല്ലേ? ആഹാ, അപ്പൊ എന്നെ മറന്നിട്ടില്ലാരേ കൊച്ചു കള്ളൻ. ചെറുപ്പത്തിൽ എന്നെ എന്തോരം എടുത്തോണ്ട് നടന്നതാന്നറിയോ? അന്ന് ഞാൻ തീരെ ചെറുതാ. പക്ഷെ അമ്മാവ് ഇപ്പൊ വളർന്ന് വയസ്സായി തന്ത കൊരണ്ടിയായി. അല്ല, ഇതൊക്കെ ഞാൻ പറയേണ്ട ഡയലോഗല്ലേ? ഇതെന്താ പടക്കളം പടമോ? നിങ്ങളുടെ ബോഡി സ്വാപ്പായോ? ബോഡി സ്വാപ്പ് അല്ല അമ്മായി, ഡയലോഗ് സ്വാപ്പ് ആക്കിയതാ. എപ്പോഴും ഈ സ്ഥിരം ക്ലീഷ സീൻ എന്നല്ലേ, അതൊന്ന് പൊളിച്ചടിക്കതാ. കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? ഓഹോ, മിടുക്കൻ തന്നെ. ആട്ടെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജോലിയൊന്നും ആയില്ലേ? ഈ ഒരു ക്ലീഷയ്ക്ക് ഒരു കോട്ടം വന്നിട്ടില്ല. വണ്ടി വന്നു തോന്നുന്നു. വണ്ടിയോ? മോനെ എങ്ങോട്ട് പോവാ? ഞാൻ എങ്ങോട്ട് പോവാൻ? അമ്മാവിനും അമ്മായില്ലേ പോണ്. ഇതെന്താ മോനെ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നത്? അമ്മയല്ലേ പറഞ്ഞു ഇവർക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ. ഒരു ഊബർ തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാ പൊക്കോളും അമ്മാവോ അമ്മായി. ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ എങ്ങോട്ടോ അയച്ച് ഇറക്കി തരും. മോൻ കൊള്ള, നല്ല കണ്ണിങ്ങാ. വന്നിരുന്ന് ചന്തി ഉറപ്പിക്കും മുന്നേ ഉന്തി ഇറക്കിയല്ലോ. നീ വിഷയാടാ ഊവേ. താങ്ക്സ്.